വലിയ മഴ പെയ്തു. തീരപ്രദേശങ്ങളാണ് ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിച്ചത്. അപ്പോൾ താഴ്ന്നയിടങ്ങളിലൊക്കെ വെള്ളം കയറി വല്ലാത്തൊരു പ്രതിസന്ധിയുണ്ട്. ഇപ്പോഴും ആ പ്രതിസന്ധി വിട്ടുപോയിട്ടില്ല. പക്ഷെ തീരങ്ങളിൽ വളരെ പ്രതിസന്ധിയുള്ള ഒരു സമയമാണ്. ട്രോളിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവരൊന്ന് മീൻ പിടിക്കാൻ വേണ്ടി ഇറങ്ങി തുടങ്ങിയതേ ഉള്ളൂ. അത് വളരെ ബുദ്ധിമുട്ടിലായിരുന്ന ഒരു ജനവിഭാഗം അവരിപ്പോൾ വീണ്ടും ഇരട്ടി, അത് വറുതിയിൽ തന്നെ തുടരുകയാണ് പെരുമഴ പെയ്തപ്പോൾ. അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ നമ്മുടെ നീണ്ടകരയിൽ, നമ്മുടെ മുതലപ്പുഴയിൽ, വിഴിഞ്ഞത്തൊക്കെ ആളുകളെ കാണാതായി. അപ്പോൾ എങ്ങനെയാണ് രക്ഷാപ്രവർത്തനം എന്ന് ചോദിക്കുമ്പോൾ ഉത്തരവുണ്ടാകുന്നില്ല. മന്ത്രി പോലും അവിടേക്ക് എത്തുന്നില്ല. അല്ലെങ്കിൽ തന്നെ ഈ തീരദേശ മേഖലകളിൽ ഒരു ചെറിയ വിഷയം എന്നാൽ അവർ ഒറ്റക്കെട്ടായി നിന്ന് പ്രതിഷേധിക്കുന്നവരാണ്. അധികൃതർ ഇടപെടാത്തതിനെ തുടർന്ന് മത്സ്യത്തൊഴിലാളികൾ തന്നെ ഈ റിസ്ക് എല്ലാം മാറ്റി വെച്ചുകൊണ്ട് അവർ തന്നെ ഇറങ്ങി തങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി തിരച്ചിൽ. എന്തുകൊണ്ടാണ് ഈ മത്സ്യത്തൊഴിലാളികൾക്ക് ഇറങ്ങിപ്പോകേണ്ടി വരുന്നത്? അപ്പോൾ സ്വാഭാവികമായ ഉത്തരവുണ്ട്. ഒരുപക്ഷെ സുരക്ഷാ ഉദ്യോഗസ്ഥരെക്കാൾ കടലിനെ അടുത്തറിയുന്ന പരിചയമുള്ള, അവിടേക്ക് പോയാൽ എവിടെയാണ് അപകടമുള്ളതെന്നും എവിടെയാണ് സുരക്ഷിതമെന്നും ഒക്കെ തിരിച്ചറിയാവുന്ന മനുഷ്യരാണ് മത്സ്യത്തൊഴിലാളികൾ. അവരുടെ ജീവിതം കടലുമായാണ്. അതിനിടയിലുണ്ടാകുന്ന ചില അപ്രതീക്ഷിത സംഭവങ്ങളിലാണ് അവർ കാണാതാകുന്നതും ജീവൻ നഷ്ടമാകുന്നതും ആ കുടുംബത്തിൻ്റെ അത്താണി ഇല്ലാതാകുന്നതുമൊക്കെ. എന്താവും കാരണം? അതെ, പക്ഷെ അത് തിരച്ചിൽ തുടങ്ങാനുള്ള ഒരു എക്സ്ക്യൂസ് അല്ലല്ലോ. ഒരു ഗൗതം കൃഷ്ണ എന്ന കുട്ടിയുടെ അമ്മ, 26 വയസ്സുകാരനാണ്, നല്ല വിദ്യാഭ്യാസം നേടിയ ഒരു യുവാവിൻ്റെ അമ്മ കോസ്റ്റൽ പോലീസിന് മുമ്പിൽ നിന്ന് നിലവിളിക്കുകയാണ്. എന്നിട്ട് പോലും അത് കൃത്യസമയത്ത് ആ തിരച്ചിൽ വ്യാപിപ്പിച്ചില്ല. എത്ര ദിവസമായി ആ കുട്ടിയെ കാണാതായിട്ട്? സ്വാഭാവികമായിട്ട് എന്താവും അതിന് കാരണം എന്ന് നമ്മളൊന്ന് അന്വേഷിക്കണം, അല്ലേ? അതെ, തീർച്ചയായും. വേറൊന്നുമല്ല, അത്യാവശ്യത്തിന് ഉദ്യോഗസ്ഥരില്ല എന്നുള്ളതാണ് നമ്മുടെ റിപ്പോർട്ട്. തീരദേശത്ത് അപകടങ്ങൾ തുടർക്കഥയാകുമ്പോഴും മതിയായ സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിക്കാതെ സർക്കാർ. സംസ്ഥാനത്തെ ഏറ്റവും വലിയ കോസ്റ്റൽ പോലീസ് സ്റ്റേഷനായ വിഴിഞ്ഞത്ത് നിലവിൽ 6 പോലീസ് റെസ്ക്യൂ ഉദ്യോഗസ്ഥർ മാത്രമാണുള്ളത്. ജീവനക്കാരുടെ അപര്യാപ്തത ചൂണ്ടിക്കാട്ടി കൂടുതൽ ഉദ്യോഗസ്ഥരെ ആവശ്യപ്പെട്ട് കോസ്റ്റൽ പോലീസ് നൽകിയ കത്തിന്റെ വിവരങ്ങൾ ജനം ടിവിക്ക് ലഭിച്ചു. വിവരങ്ങളുമായി ജ്യോതിഷ് ജനാർദ്ദനൻ ഒപ്പം ചേരും. ജ്യോതിഷ്, അതായത് ഏറ്റവും വലിയ കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ വിഴിഞ്ഞമാണ്. കാര്യം വിഴിഞ്ഞത്തിൻ്റെ പ്രാധാന്യം നമുക്കറിയാം. അത്രമാത്രം ആഴമേറിയ തീരം ഉള്ള, അതുകൊണ്ടാണല്ലോ അവിടെ വിഴിഞ്ഞം തുറമുഖമൊക്കെ സാധ്യമായത്. ആ ഇടത്ത് പോലും 6 ഉദ്യോഗസ്ഥരാണുള്ളത്. അതായത് 3 ഷിഫ്റ്റിൽ 2 പേർ വെച്ച് വന്നാൽ അത് കഴിഞ്ഞു. ഇപ്പോൾ ഒരാൾക്ക് ഓഫ് എടുത്താൽ 5 പേരായി. എല്ലാ ദിവസവും 5 പേരേ ഉണ്ടാവുള്ളൂ. അതാണ് അവസ്ഥ. അപ്പോൾ ആ ഒരു ദുരവസ്ഥയിലാണ് ആ പോലീസ് സ്റ്റേഷൻ എന്ന് മനസ്സിലാക്കുന്നു. എന്താണ് ഈ കത്തിൽ ഞങ്ങൾക്ക് ആൾ വേണം, കൂടുതൽ ആൾക്കാരെ തരൂ എന്ന വേദനയാണോ ആ കത്തു നിറയെ? ഗുഡ് മോർണിംഗ് കൃഷ്ണരാജ്, അശ്വതി. അത് തന്നെയാണ് കത്തിലുള്ളത്. പലതവണ ഈ സർക്കാരിലേക്ക് ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചതാണ്. തങ്ങൾക്ക് കൃത്യമായി അംഗബലമില്ല. നിലവിൽ കോസ്റ്റൽ പോലീസിൽ 6 പോലീസുകാർ മാത്രമുള്ളൂ. അതായത് കൃഷ്ണരാജ് പറഞ്ഞ പോലെ തന്നെ 2 പേരെ വെച്ച് 3 ഷിഫ്റ്റിലേക്ക് എടുത്താൽ തന്നെ ആളുകൾ തീരുന്നൊരു സാഹചര്യമാണ്. കോസ്റ്റൽ മേഖലയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഇതിനു മുമ്പ് 37, 38, 40 പേര് വരെ ഉണ്ടായിരുന്നൊരു സമയമാണ്. പക്ഷേ ഇപ്പോൾ ആളുകളെ കുറച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. സർക്കാർ സാമ്പത്തിക പ്രതിസന്ധി പറഞ്ഞ് ഇത് മാത്രമല്ല, കൃത്യമായി ഇപ്പോൾ ലൈഫ് ഗാർഡുകളാണെങ്കിൽ പോലും അവർക്ക് ശമ്പളം ലഭിച്ചിട്ട് ഏതാണ്ട് 5 മാസമായി എന്നാണ് ഇപ്പോൾ ലൈഫ് ഗാർഡുകൾ തന്നെ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, മുതലപ്പുഴയിലെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ഈ ലൈഫ് ഗാർഡുകളെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഏതാണ്ട് 18 ലൈഫ് ഗാർഡുകളാണ് ഇപ്പോൾ നിലവിൽ ജോലി ചെയ്യുന്നത്. ഇവരെ മുതലപ്പുഴയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ്. പക്ഷേ ഇവരെ ഉപയോഗിച്ചാണ് മറ്റ് സ്ഥലങ്ങളിലേക്കും രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ഇപ്പോൾ ഉപയോഗിക്കുന്നതെന്നാണ് ഇപ്പോൾ ലൈഫ് ഗാർഡുകൾ തന്നെ വ്യക്തമാക്കുന്നത്. അതായത് ശമ്പളം കൊടുക്കുന്നില്ല, കൂടാതെ മറ്റ് മേഖലകളിലേക്ക് ഇവരെ വ്യാപിപ്പിക്കുന്നു, അല്ലെ അവരുടെ സേവനം കൂടുതൽ മേഖലയിലേക്ക് വ്യാപിപ്പിക്കുന്നു എന്നാണ് ഇപ്പോൾ പറയുന്ന. നിരവധി തവണ സർക്കാരിലേക്ക് ഈ കത്തുകൾ നൽകി തങ്ങൾക്ക് ഇപ്പോൾ ലൈഫ് ഗാർഡുകൾക്ക് ശമ്പളം ലഭിക്കുന്നില്ല, മാത്രമല്ല കൂടുതൽ കോസ്റ്റൽ ഉദ്യോഗസ്ഥരെ നിയമിക്കണമെന്നാവശ്യപ്പെട്ടൊക്കെ കത്ത് നൽകിയെങ്കിൽ ഒരു നടപടിയും ഉണ്ടായില്ല. മാത്രവുമല്ല, ഇപ്പോൾ ബോട്ട് സേവനം, നിരവധി ബോട്ടുകളുടെ എണ്ണം കുറവാണ്. കടലിലേക്ക് പോകണമെങ്കിൽ രക്ഷാപ്രവർത്തനം നടത്തണമെങ്കിൽ ബോട്ടുകളില്ല. ഇത് സംബന്ധിച്ചും കത്തുകൾ നിരവധി തവണ നൽകിയിട്ടും ഒരു നടപടിയും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് ഫിഷറീസ് വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. അലംഭാവമാണ് ഉണ്ടാകുന്നതെന്ന് തന്നെയാണ് ഈ കത്തിൽ പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിക്കുന്നത്.
ഈ അതായത് കടലിൻ്റെ മക്കളുടെ ഒരു ആവശ്യത്തിന് പോലും സർക്കാർ ഒപ്പമില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാക്കുന്നത്. മാത്രമല്ല പ്രളയകാലത്ത് പോലും എല്ലാ കാര്യത്തിനും മുന്നിൽ നിന്ന ഒരു മേഖലയിലുള്ളവരാണ് തീരദേശ മേഖലയിലുള്ളവർ. അവർക്ക് വേണ്ടി ഒരു പ്രവർത്തിക്കാൻ മതിയായ സർക്കാർ സംവിധാനങ്ങൾ ഇല്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്ന. കൂടുതൽ നിരവധി തവണ കത്തുകൾ നൽകി, എന്നിട്ടും ഒരു നടപടിയും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. പരാതികൾ കൊടുക്കുന്ന സമയത്ത് വന്ന് അന്വേഷിച്ച് പോകുന്നതല്ലാതെ കൃത്യമായ ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഈ കത്തിലും വ്യക്തമാക്കുന്നത്. എന്താണേലും വലിയ രീതിയിലുള്ള അനാസ്ഥയാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നത് എന്നാണ് നമുക്ക് വ്യക്തമാകുന്നത്. ഇതിനു മുമ്പ് നമ്മൾ ഇതേ വാർത്തകൾ തന്നെ ഈ ലൈഫ് ഗാർഡുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത കൊടുത്തതാണ്. അതിനുശേഷവും ഇത് ഇത്രയും നാളായിട്ടും ഒരു 2 മാസം മുമ്പാണ് ഈ വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് ലൈഫ് ഗാർഡുമായി ബന്ധപ്പെട്ട്. അതിനുശേഷവും ഇന്നിപ്പോൾ ഈ സമയമായിട്ടും ഒരു നടപടിയും ആ കാര്യത്തിൽ പോലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. മാത്രം അതിൻ്റെ ഇടയ്ക്കാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അപകടം നടന്നത്. ഇതുവരെ മുതലപ്പുഴയിലും വിഴിഞ്ഞത്തൊക്കെ കാണാതായവർക്കെതിരെ കണ്ടെത്താൻ പോലും ഇപ്പോൾ സർക്കാർ സംവിധാനത്തിന് സാധിച്ചിട്ടില്ല. ഇപ്പോഴും തെരച്ചിൽ നടക്കുന്ന ഒരു 11 ദിവസം കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. കാണാതായവരെ ഇനിയും കണ്ടെത്തിയിട്ടില്ല. അതിന് കാരണം ഇതാണ്, അതായത് മതിയായ ഉദ്യോഗസ്ഥരില്ല. സുരക്ഷാ സംവിധാനമില്ല, അത് അന്വേഷിക്കാൻ ഉദ്യോഗസ്ഥരും ഇല്ല എന്നതാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ജ്യോതിഷ് ജനാർദ്ദനൻ.